അമ്മേ, ഒരു സംശയം ചോദിക്കട്ടെ? ഈ കുട്ടികളെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നവരെ എന്താ നമ്മുടെ നിയമം ഒന്നും ചെയ്യാത്തെ? എന്താ മോളെ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. എന്നാലും ഇവര് എന്തിനാ അമ്മേ കുട്ടികളെയും പാവപ്പെട്ട മനുഷ്യന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കണേ? മോൾക്ക് അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട്, വളരെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ദുഷ്ടൻ. പണം കൊണ്ടും പ്രതാപം കൊണ്ടും ഈ നാട് അടക്കി വാണ ഒരു തമ്പുരാൻ, ധ്രുവൻ തമ്പുരാൻ. കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും അയാൾ ഒരു ദുഷ്ടനായിരുന്നു. പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അയാൾ ഒരു കാലനും. നിങ്ങൾ ആരും ഒന്നും കണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. ഇത് തമ്പുരാൻ പറയുന്ന വെറും വാക്കായിട്ട് കാണണ്ട. കാഞ്ഞിരങ്ങാട്ടെ ധ്രുവൻ തമ്പുരാൻ തരുന്ന ഉറപ്പായിട്ട് കണ്ടാൽ മതി. അയാളെ ചോദ്യം ചെയ്യാൻ ആരില്ലായിരുന്നോ? മുത്തശ്ശി പാവപ്പെട്ട നമുക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി ധ്രുവൻ തമ്പുരാനെ എതിർത്ത് ചോദ്യം ചെയ്യാൻ മുത്തശ്ശി തീരുമാനിച്ചു. പാവപ്പെട്ട നമ്മൾ മുത്തശ്ശിക്കൊപ്പം നിന്നു. എന്നിട്ട് 12 തലമുറകളായി നാങ്ക കാത്തിരിക്കിன்றோம். ഇവ അവസാനിപ്പാ. ഇനിയും പാടുകാലം താടി. ധ്രുവൻ തമ്പുരാൻ മുത്തശ്ശിയെയും നമ്മളെയും ആക്രമിച്ചു. இலை புறக்க சொல் இனம் வியக்க நில் கிழப்பதற்கு இன்னும் இல்ல
തലയും അവളാം അവനീലാത്തലയും അധികാരത്തിനകത്തറയും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പുതന്നതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും പെണ്ണവൾക്കു പാതിയായതും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പുതന്നതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും പെണ്ണവൾക്കു പാതിയായതും നാടുക മുത്തൊരു കാലവിരമ്പൊരു തീക്കനലായൊരു ഞാനെന്റെ തറവാടിന്റെ മുട്ടിട്ട് നിന്ന് വീമ്പത്തുറം പറയുന്നതല്ല. ഞാൻ കാഞ്ഞിരങ്ങാട്ട് ധ്രുവൻ. പക്ഷെ നിങ്ങളുടെ കുരത്തിൽ ഒരു ജീവൻ പോലും അവശേഷിപ്പിക്കില്ല. കത്തിച്ച് ചോമ്പുലോക്കി കളയും. നീ കയ്യാട് ഓടിച്ചാലോ, 1000 കണ്ണുകൾ ഇരവ് മുഴുവൻ കാത്തിരുന്നാലോ, വരുവേ പ്രതികാരം വീട്ടുവേ.